ഞങ്ങളുടെ പ്രവർത്തന മേഖലയായിട്ട് ഞാൻ കേട്ടൊന്ന്, പഠിക്കാൻ പ്രാപ്തിയുള്ളവരും അതിന് ഭൗതിക സൗകര്യങ്ങളില്ലാത്തവരും ആയ കുട്ടികളെ സഹായിക്കാനാണ്. അതൊരു ചില്ലറ സഹായമല്ല. കാരണം വിക്ടർ ഹ്യൂഗോയാണ് പറഞ്ഞത്, ഒരു സ്കൂള് നിങ്ങൾ തുറക്കുമ്പോൾ ഒരു ജയിൽ നിങ്ങൾ അടയ്ക്കുന്നു. ആളുകളെ പഠിക്കാൻ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ തലമുറക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു സഹായമായിരിക്കും. ഒരാൾ പൈസ കൊടുക്കുന്ന മാതിരിയല്ല. അതുകൊണ്ട് ഞാൻ അത്തരം പ്രവർത്തനങ്ങളെ അനുമോദിക്കാനും അഭിവാദ്യം ചെയ്യാനും കൂടി വന്നതാണ്. അപ്പോൾ വലിയൊരു കാര്യമുള്ളത്, കേരളം വൃദ്ധന്മാരുടെ നാടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളൊക്കെ 60-ാം വയസ്സിൽ പിരിഞ്ഞു. നിങ്ങളിൽ പലരും 55-ലോ 56-ലോ അല്ലെ 58-ലോ പിരിഞ്ഞവരായിരിക്കും. അതൊന്നും ഇന്ന് കേരളത്തിലൊരു വാർദ്ധക്യമല്ല. അല്ലെ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുമ്പോൾ കോഴിക്കോട്ടെ തുണിഷാപ്പുകളുടെ ഒക്കെ മുമ്പിൽ 2 വലിയ കളക്ഷൻ ഉണ്ടാകും. ഒന്ന് വടിയാണ്, വേറൊന്ന് കൊടയാണ്. മലയാളത്തിൽ അങ്ങനെ ശൈലിയുണ്ട്, വടിയും കൊടയൊക്കെ എടുത്ത് പുറപ്പെട്ടു. ഇപ്പോൾ വടിയില്ല. ഇപ്പോൾ നമ്മുടെ ശൈലിയിൽ വടി പിടിപ്പിച്ചു എന്നുള്ള, ആളെ പറ്റിച്ചു എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ആയുസ്, ആരോഗ്യം ഒക്കെ വളരെ മെച്ചപ്പെട്ടു. അപ്പോൾ ന്യൂയോർക്കിൻ്റെ തൊട്ട് താഴെയാണ് കേരളം എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ റിട്ടയർ ചെയ്ത ആളുകൾക്ക് ആരോഗ്യവും ആയുസ്സും ബാക്കിയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ ഗോദ്രേജ് കൊണ്ട് തല കറുപ്പിച്ചാൽ വയസ്സ് കുറയില്ലല്ലോ. അതൊക്കെയുള്ള ഒരു വലിയ പ്രശ്നം. എൻ്റെ ചില സുഹൃത്തുക്കൾ അവർ റിട്ടയർ ചെയ്യുന്നതിൻ്റെ വാർത്ത പത്രത്തിൽ കൊടുക്കാൻ സമ്മതിച്ചില്ല. കാരണം അവർ റിട്ടയർ ചെയ്തു എന്ന് 4 ആൾ അറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചില എഴുത്തുകാർ ഞാൻ അത്ഭുതപ്പെടും. നര കണ്ടിട്ട് എന്ന് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതയുണ്ട്. അപ്പോൾ കണ്ണാടിയിൽ അവനവൻ്റെ നര കാണാൻ ധൈര്യമില്ലാത്ത ആളുകൾ ഈ നാട്ടിൽ ഏത് യാഥാർത്ഥ്യം നേരിടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില ഗ്രന്ഥകാരന്മാർ, കൂട്ടത്തിൽ പെണ്ണുങ്ങളാണ് അധികം, അവരുടെ ജനനത്തീയതി കൊടുക്കില്ല, അവരുടെ ബയോഡാറ്റ കൊടുക്കും. കോഴിക്കോട് ജില്ലയിലെ, കോട്ടയം ജില്ലയിൽ ഇന്നടത്ത് ജനിച്ചു, കൊല്ലമില്ല. കാരണം വലിയ തമാശാണ്. കാരണം സത്യത്തെ നേരിടാനുള്ള ഈ തരത്തിലുള്ള അധൈര്യം, അപ്രാപ്തി, തൻ്റെ ഇടമില്ലായ്മ വളരെ വളരെ തമാശയായിട്ട് എനിക്ക് തോന്നൽ. ഞാനാണെങ്കിൽ ഈ ഗോദ്രേജ് ഒരിക്കലും കൈകൊണ്ട് തൊട്ടിട്ടില്ല. അത് പറഞ്ഞപ്പോൾ എന്നോട് ഒരുത്തം പറഞ്ഞ, ഭാര്യ തേച്ച് തരികയായിരിക്കുമല്ലേ, കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നത് വിഗ് വെക്കാനാണ്, അല്ലാതെ അവൾക്ക് തൊട്ട് തേക്കാൻ നേരം ഉണ്ടായിട്ടല്ല. അപ്പോൾ വളരെ വളരെ ചെറിയ ജീവിതം, വളരെ ചെറിയ, വളരെ, അതായത് നമ്മളില്ലാത്ത എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞു പോയി, ഇനി നമ്മളില്ലാത്ത എത്രയോ നൂറ്റാണ്ട് വരാനിരിക്കുന്നു. വളരെ വളരെ ചെറിയ, അതായത് ഒരു 60 വയസ്സിൽ മരിച്ചാൽ അകാല ചരമെന്ന് ആരും പറയില്ല. അപ്പോൾ ഈ സഭയിലിരിക്കുന്ന ഒരു 10-60% ആൾക്കാർ മരിച്ചാൽ അകാല ചരമെന്ന് പറയാൻ പത്രത്തിനൊരു വകുപ്പും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് 75ആയി. അപ്പോൾ ഞാനാണെങ്കിൽ MA കഴിഞ്ഞ ഉടനെ, പുറത്തിറങ്ങിയ ഉടനെ തീരുമാനിച്ചു, എനിക്ക് എന്നും വയസ്സ് 22ആണ്, ഇനി അത് കൂടണ തീർച്ചയാക്കി. ഞാനങ്ങനെ തീർച്ചയാക്കി. അതുകൊണ്ട് എനിക്കൊരു പരിഭ്രമമില്ല. എൻ്റെ വയസ്സ് തീരുമാനിക്കുന്നത് നാട്ടുകാരല്ല, ഞാനാണ്. അത് 22 തീർച്ചയാക്കിയാൽ 22-ൽ നിൽക്കും. അത്രയേ ഉള്ളൂ. അത്ര വളരെ ചെറിയ കാര്യമാണത്. പക്ഷേ ഈ കൂട്ടത്തിൽ അപ്പുറത്ത് ചില ആളുകളുണ്ട്. അവർ ഇപ്പോൾ നമ്മുടെ എന്ന് പറയാം, കുട്ടിക്കാലത്ത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഗ്രാമത്തിൽ ഞാൻ കണ്ടതൊക്കെ, കേട്ടതൊക്കെ, അറിഞ്ഞതൊക്കെ നിർഭാഗ്യവശാൽ എനിക്ക് ഓർമ്മയുണ്ട്. അന്നപ്പോൾ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ കുട്ടികൾ വരുന്നത് ജൂണിലാണല്ലോ സ്കൂൾ തുറക്കുക. കുടയില്ല. ഒരു
വാഴയില ഇങ്ങനെ പിടിച്ചിട്ടാണ് കുട്ടികൾ വരിക, അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇല ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഫിലിപ്പ് സാറിന് നല്ല മനോഹരമായൊരു കുടയുണ്ട്, നല്ല സിൽക്കിൻ്റെ അൽപ്പാക്കിൻ്റെ കുട ഞങ്ങൾ പറയാം, സ്റ്റീലിൻ്റെ കാലൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സന്തോഷം ആ സ്റ്റീലിൽ തൊട്ട് നോക്കുകയാണ്, അതിൻ്റെ തിളങ്ങുന്ന, പിന്നെ അതിൻ്റെ തണുപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുട്ടികളിങ്ങനെ വന്നാൽ കുപ്പായം നനയില്ലേ? അങ്ങനെ പ്രശ്നമില്ല, കാരണം കുപ്പായം ഇല്ല. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നനയാൻ ടെക്സ്റ്റ് ബുക്കില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്. ഇന്നിപ്പോൾ അന്നാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പാലും ഉപ്പുമാവും വന്നപ്പോൾ സ്കൂളിൽ ഹാജർ കൂടി. കാരണം പാലും ഉപ്പുമാവും ഉണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ വരാനാണ് നല്ലത്, കാരണം വേറെ നാട്ടിൽ തെണ്ടി നടക്കില്ല തീർച്ചയാക്കി. ഒക്കെ പോയിട്ട് അന്ന് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് അധ്യാപകരുടെ പ്രധാനപ്പെട്ട ഒരു പണിയാണ്. കാരണം പഠിപ്പിച്ചോളണമെന്ന് രക്ഷാകർത്താക്കൾക്കില്ല, പഠിച്ചോളണമെന്ന് കുട്ടികൾക്കുമില്ല. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ മുതിർന്ന തലമുറയിലൊരു കാട്ടിലെ മുഹമ്മദ് എന്നൊരുത്തനുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നും സ്കൂളിലേക്ക് രാവിലെ പുറപ്പെടും, സ്കൂളിലെത്തൂല, വൈകുന്നേരം കൃത്യമായിട്ട് വീട്ടിലെത്തും. ഇതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ വളരെ കേമനായ അബ്ദുറഹ്മാൻകുട്ടി മാഷ് കണ്ടുപിടിച്ചു, ഇവൻ വരുമ്പോൾ ഇവന് കാട്ടിൽ മരത്തിന് മുകളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്, വൈകുന്നേരം അറിയാൻ കൊടുക്കും. അബ്ദുറഹ്മാൻകുട്ടി മാഷ് ഇത് കണ്ടുപിടിച്ചിട്ട് ആണ് അവൻ ആ പേര് വന്നത്, കാട്ടിലെ മുഹമ്മദ്. വേറെ എന്തും ചെയ്യാം, സ്കൂളിൽ പോയിക്കൂടാ എന്നുള്ള. അവിടുന്നൊക്കെ എത്ര പുരോഗമിച്ചു പോയി, എവിടെ എത്തിപ്പോയി എന്ന് ആലോചിച്ചു. അപ്പം ഞാൻ ഒമാനിൽ പോയപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ യൂണിവേഴ്സിറ്റി അധ്യാപകനാണ്, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അവൻ്റെ വീട്ടിൽ താമസിക്കാണ് ഞാൻ. അപ്പോൾ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ക്യാമ്പസ് മുഴുവൻ സ്ത്രീകൾ, ഒറ്റ ആൺകുട്ടിയെ കാണാനില്ല. ഞാൻ ചോദിച്ചു, ഇതെന്താ, ഇത് സ്ത്രീകളുടെ യൂണിവേഴ്സിറ്റിയാണോ? അപ്പോൾ ഹിഷാം എന്നാണ് അവൻ്റെ പേര്, വക്ക അബ്ദുൽ ഖാദറിൻ്റെ മകനാണ് ഇനി പറഞ്ഞ ആൾ. അപ്പോൾ ഹിഷാം എന്നോട് പറഞ്ഞു, കാരശ്ശേരി എന്താ മനസ്സിലാക്കിയത്, സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റിയിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ റിസർവേഷൻ വേണം. അങ്ങനെ ഇപ്പോൾ സുൽത്താൻ, അന്ന് കാബൂസ് ജീവിച്ചിരിപ്പുണ്ട്, 10% റിസർവേഷൻ കൊടുത്തിരിക്കുക. പഠിപ്പിൽ പെൺകുട്ടികൾ അത്ര മികച്ചിട്ട്, കാരണം മെറിറ്റിൽ ആൺകുട്ടികൾക്ക് കിട്ടില്ല. ആൺകുട്ടികൾ വേണമല്ലോ എന്ന് വെച്ചാൽ റിസർവേഷൻ വെക്കണം. ഇതൊരു അറബ് രാജ്യത്താണ്, മുസ്ലിം പോപ്പുലേഷൻ ഏതാണ്ട് 100% ഒരു രാജ്യത്താണ് സ്ത്രീകളുടെ ഈ തരത്തിലുള്ള മുന്നേറ്റം. അങ്ങനെ അനവധി കാര്യങ്ങൾ വളരെ മുന്നേറിക്കഴിഞ്ഞു. അപ്പോൾ അതിന് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഞാൻ 34 കൊല്ലം അധ്യാപകനായിരുന്നു. ആ അധ്യാപന വൃത്തിയുടെ പേരിൽ ഞാൻ നിങ്ങളുടെ ഈ സ്കോളർഷിപ്പിനെ അഭിവാദ്യം ചെയ്യും. പിന്നെ നിങ്ങൾ ചെയ്യുന്നൊരു പണിയായിട്ട് ഞാൻ കേട്ടത് ഈ സാന്ത്വനമാണ്. അതാണ്, ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ മരുന്ന് ഫലിക്കാതെ വരും, മരുന്നില്ലാതെ വരും, പിന്നെ മരണം ഉണ്ടല്ലോ, അതവിടെ ഉണ്ട്. മഹാഭാരതി ചോദിക്കുന്നുണ്ട്, മൃത്യു, ജര, രോഗങ്ങൾ, ഇതൊക്കെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നിരിക്കെ നീ എന്തുകൊണ്ടാണ് സ്വസ്ഥനെ പോലെ ഇരിക്കുന്നതെന്ന്. മൃത്യുർജരാച്ച വ്യാധിശ്ച ദുഃഖം ച അനേക കാരണം അസന്ധ്യാജ്യം യഥാ മർത്യൈഹി കിം സ്വസ്ഥ ഇവ തിഷ്ഠസി. അത് അസന്ധ്യാജ്യമാണ്, ത്യജിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അത് വന്ന് പിടികൂടും, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം പുതിയ ജനിതക ഗവേഷണം മരണം ഇല്ലാതെ ആക്കൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജർമ്മനിയിൽ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ മലയാളിയായൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, മാഷേ 2050 മരണം ഇല്ലാതെയാവും. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, ഏതായാലും ഞാൻ അന്ന് ഉണ്ടാവില്ല, അതിന് മുമ്പ് ഭാഗ്യത്തിന് മരിച്ചു പോകാമല്ലോ. മരണം ഇല്ലാത്ത. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോണത്? അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ മാറ്റിവെക്കാൻ കഴിയാത്തൊരു സാധനമേ ഉള്ളൂ. അതെന്താ? തലച്ചോറാണ്. തലച്ചോറ് മാറ്റിവെക്കാം എന്നായാൽ പിന്നെ എങ്ങനെയാണ് മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ടുകാരനാണ്, നേരത്തെ കാലനില്ലാത്ത കാലത്തെപ്പറ്റി ഒരു അതിമനോഹരമായ കവിത എഴുതിയിട്ടുണ്ട്. അങ്ങനെ എന്തൊരു കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ വാർദ്ധക്യം ഇല്ലാതെയായി, ജരാനരകളില്ലാതെയായി, അങ്ങനെയൊക്കെയാണ് സ്വർഗം എന്നാണ് എല്ലാ മതക്കാരും പറയുന്നത്. സ്വർഗത്തിൽ ആർക്കും വാർദ്ധക്യമില്ല, അവിടെ ഒക്കെ യൗവനമാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ രോഗങ്ങളില്ല, ക്ഷീണമില്ല, ഉറക്കമില്ല,
എന്തായിരിക്കുന്നത്. പിന്നെ അവിടെ ഉള്ളത് ഭക്ഷണവും പിന്നെ കാമവും ഒക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും വേറെ എന്ത് വേണമെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട. കാരണം ഒരു കൂട്ടരുടെ സ്വർഗത്തിലും ഒരു പുസ്തകം ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് എന്താ തിന്നാൻ തോന്നുന്നു? ബിരിയാണി വേണം. അപ്പപ്പോൾ നിങ്ങളൊരു വത്തക്ക കണ്ടു, ഉടനെ വത്തക്ക ഒരു കഷ്ണമായിട്ട് മുറിഞ്ഞ് നിങ്ങളുടെ വയലേക്ക് വരും. പിന്നെ ഹിന്ദുക്കളുടെ സ്വർഗത്തിൽ കുറച്ച് നൃത്തവും പാട്ടും ഒക്കെ ഉണ്ട്. അപ്സരസുകൾ പാട്ടുപാടി നൃത്തം ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ ഇതൊന്നുമില്ല, ഈ ഭക്ഷണവും സെക്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഹൂറികളുണ്ട്, അതിൻ്റെ കഥ ഞാൻ പറയാൻ വരുന്നത്. അപ്പോഴേക്കും അവർക്ക് ആ ഹൂറികളുടെ കാര്യം ഓർമ്മ വന്നു. അപ്പോൾ പെണ്ണുങ്ങൾ എന്തിനാ സ്വർഗത്ത് പോകണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല കേട്ടോ. അവിടെ ഉള്ള ഒന്ന് മുസ്ലിങ്ങളുടെ സ്വർഗത്തിലുള്ളത് ഒരു പ്രധാനപ്പെട്ട സാധനം. ഇതൊക്കെ ഞാൻ കുറച്ച് കിതാബൂദിയ വകയിൽ പഠിച്ച കേട്ടോ. അവിടെ 4 നദികളുണ്ട്. എന്തൊക്കെയാണ്? ഒരു നദിയിൽ പാലാണ്, വേറൊരു നദിയിൽ തേനാണ്, വേറെ നദിയിൽ മദ്യമാണ്, വേറെ നദിയിൽ ശുദ്ധജലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പാൽ എനിക്ക് ദഹിക്കില്ല, പിന്നെ തേൻ കുടിക്കാൻ വയ്യ കാരണം ഞാൻ ഡയബറ്റിക്കാണ്, പിന്നെ മദ്യം എനിക്ക് പറ്റില്ല, അത് വേണ്ട. പിന്നെ ശുദ്ധജലം കുടിക്കാനായിട്ട് അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ, അത് വെറുതെ കുടിക്കാം. പിന്നെ 72 ഹൂറികളുണ്ട്. ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് ഒരു പെണ്ണാണെങ്കിൽ കുഴപ്പമില്ല, 72 പെണ്ണ് ഒരാൾക്കുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് നരകം എന്നായിരിക്കൂലേ? എനിക്ക് അറിയത്തോട് ചോദിക്കുകയാണ്, ഒരാൾക്ക് എങ്ങനെയാണ് ഇവർ ഈ സ്വർഗമൊക്കെ സങ്കല്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ കൂടാ. അതിൽ ചിന്തയെ പറ്റിയോ പുസ്തകത്തെ പറ്റിയോ അല്ലെങ്കിൽ തത്വചിന്തയെ പറ്റിയോ. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ സ്വപ്നങ്ങളാണ്. കാരണം ഈ യൗവനം കഴിയുമ്പോൾ നിത്യ യൗവനമുണ്ട്. അമൃത് കഴിച്ചാൽ അങ്ങനെയാണെന്നാണ്. അമൃത് എം.എൻ. വിജയമാഷ് പറയും ഈ അമൃത് എന്നൊക്കെ പറയുന്നത് മദ്യത്തെ പറ്റിയാണ്. സുര. അപ്പോൾ നമ്മുടെ യൗവനം ബാക്കിയുണ്ട്, നമുക്ക് ജരാനരകളില്ല, വാർദ്ധക്യമില്ല, മരണമില്ല. അങ്ങനെ ശാശ്വതമായ സ്വർഗം, നിത്യസ്വർഗം അല്ലേ അച്ചോ? അച്ഛന്മാർക്കാണ് അതിൻ്റെ അതോറിറ്റി, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ സ്വർഗം, മുസ്ലിമിന് അവൻ്റെ സ്വർഗം, യഹൂദന് അവൻ്റെ മറ്റൊരാരും അങ്ങോട്ട് കയറ്റൂല കേട്ടോ. അതായത് യഹൂദൻ്റെ സ്വർഗത്തിൽ മുസ്ലിമിനും ക്രിസ്ത്യാനിയും കയറ്റൂല, മുസ്ലിമിൻ്റെ സ്വർഗത്തിൽ. അപ്പോൾ എന്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഏതായാലും ഇവരൊക്കെ നരകത്ത് പോകുന്ന ആൾക്കാരെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് മര്യാദയ്ക്ക് ഇവരോട് പെരുമാറിക്കൂടെ? ഇവര് എന്നിട്ട് പരസ്പരം യുദ്ധമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കേട്ടോ, നമ്മുടെ ഭാഷയിലെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് രാഷ്ട്രീയ കൊലപാതകം. അപ്പം എനിക്കത് ആലോചിച്ചിട്ട് മനസ്സിലായില്ലേ, രാഷ്ട്രീയ പ്രവർത്തനമാണോ കൊലപാതകം? അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇല്ലേ? രാഷ്ട്രീയ കൊലപാതകം എന്നൊരു വാക്ക് പറഞ്ഞാൽ എല്ലാവർക്കും അർത്ഥം മനസ്സിലുണ്ട്. എന്തായാലും അർത്ഥം നമ്മളിത് അംഗീകരിച്ചു. കൊലപാതകം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് നമ്മളെല്ലാ പാർട്ടിക്കാരും പാർട്ടി ഇല്ലാത്തവരൊക്കെ മലയാളത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു. അത് രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് മനസ്സിലായി. ഏതോ ഒരു പാർട്ടിക്കാരൻ വേറെ ഒരു പാർട്ടിക്കാരനെ രാഷ്ട്രീയത്തിന് മേൽ അവർ തമ്മിൽ വ്യക്തിവിരോധമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് മറ്റുള്ളവന് രോഗമുണ്ട്, വാർദ്ധക്യമുണ്ട്, അവൻ അവശതയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകാന്തതയുണ്ട്, ഒറ്റയ്ക്കാണ്. മനുഷ്യജീവി അടിസ്ഥാനപരമായി ഒറ്റയ്ക്കാണ്. അങ്ങനെ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ പോലെ വേദനാതരമായിട്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾ ഞാൻ പല കാലത്ത് പലതരം രോഗങ്ങളും അപകടങ്ങളൊക്കെ പറ്റിയ ആളാണ് ഞാൻ. ആദ്യം നിങ്ങൾ തടവിലാവുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഈ വേദന നിങ്ങളുടെ പെറ്റ തള്ളയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി, എൻ്റെ ഈ കാല് 2-3 കഷ്ണമാണ്. ഇതിപ്പോൾ ഒരു കപ്പിയുടെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കാലമാണ് അത്. കാല് മാറിയെന്ന് കേട്ടില്ലേ? അങ്ങനെയാണ് എൻ്റെ കാല് മാറിയതാണ്. അപ്പോൾ ഇത് വേദന ഒരാൾക്ക് നിങ്ങളുടെ എത്ര വലിയ കാമുകിയാണെങ്കിലും ഇപ്പം ലൈലയുടെ ശാരീരികമായ വേദന മജ്നൂന് ഏറ്റെടുക്കാൻ പറ്റില്ല, മജ്നൂൻ്റെ ലൈലയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ തീർത്തും ഒറ്റയ്ക്കുള്ളൊരു സംഗതിയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് നമുക്ക് പരിചയമുള്ളവരോ ഇല്ലാത്തവരോ ആയ മറ്റ് മനുഷ്യജീവികൾ പറയുമ്പോൾ അതിനുണ്ടാകുന്നൊരു
ആശ്വാസമുണ്ട്. കാരണം ആ, എല്ലാ രോഗങ്ങളും, അത് ഞാൻ പറയുന്നതല്ല, മെഡിക്കൽ സയൻസ് പറയുന്നതാണ്, ഒക്കെ പാതി ശാരീരികവും പാതി മാനസികവും ആണെന്നാണ്. അതിന് അവർ ഉപയോഗിക്കുന്നൊരു വാക്ക്, ഇവിടെ ഡോക്ടർമാരുണ്ടാവും, ഞാൻ പറഞ്ഞ തെറ്റുണ്ട് അവർക്ക് തിരുത്താം, സൈക്കോസോമാറ്റിക് എന്നാണ്. മാനസികവും ശാരീരികവും. ആ മാനസികമായ പ്രയാസത്തെ നമുക്ക് പാലിയേറ്റീവിലൂടെ, സാന്ത്വനത്തിലൂടെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടറുടെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ഈ ചികിത്സയിൽ എന്നതിലധികം ആ വ്യക്തിയെ മാനസികമായി ശക്തിപ്പെടുത്തുന്നതിലാണ്. നിങ്ങൾ അങ്ങനെ തളർന്നു പോകേണ്ട കാര്യമില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ആ പെരുമാറ്റം വളരെ 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 പ്രധാനമാണ്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അയൽക്കാരും കൊടുക്കുന്ന പിന്തുണ വലിയ ചികിത്സയാണ്. ആ മരുന്നില്ലെങ്കിലും ഈ മരുന്ന് കൊണ്ട് ചിലപ്പോൾ സുഖപ്പെട്ടെന്ന് വരാം. മറ്റേ മരുന്നുണ്ടായാലും ഈ മാനസികമായ പിന്തുണ ഇല്ലെങ്കിൽ അത് ഒരാൾ രക്ഷപ്പെട്ടില്ല എന്നും വരാം. പ്രത്യേകിച്ച് മിക്ക അസുഖങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യം അവനവൻ്റെ മാനസികമായ ഒറ്റപ്പെടലാണ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ചികിത്സ, അതിൽ നിന്നുള്ളൊരു പരിഹാരം, ഒരു പരിഗണന പാലിയേറ്റീവ് ആക്ടിവിസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ കാണുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തായ പ്രവൃത്തി ഒരു വൈദ്യൻ്റെതാണെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഒരു ഡോക്ടർ ആവണം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റില്ല. കാരണം സയൻസ് പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും ഒന്നും എനിക്കില്ല. അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ പണി ആയിട്ട് ഞാൻ കാണുന്നത് അധ്യാപനമാണ്. അധ്യാപകർ എന്നോട് യോജിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അധ്യാപനത്തിലുള്ളത് തന്നെയാണ്. അതായത് ഈ മാനസികമായ ഈ പിന്തുണ, ഈ മനസ്സൊരുക്കം, ആളുകളെ മാനസികമായി ശക്തിപ്പെടുത്തുക. അപ്പോൾ ആ തരത്തിൽ അന്യർക്ക് വേണ്ടിയുള്ള സേവനം ചെയ്യുമ്പോഴാണ് നമ്മുടെ വാസ്തവത്തിൽ ജീവിതം അർത്ഥപൂർണ്ണ, നല്ലതൊരു അർത്ഥമില്ല ഇതിനകത്ത്. ഇത് വളരെ നശ്വരമാണ്, നിസ്സാരമാണ്, നിഷ്ഫലമാണ്, നിഷ്പ്രയോജനമാണ്. ഒരു സംശയം എനിക്കില്ല. ഇതിന് യാതൊരു ലക്ഷ്യവും ഒരർത്ഥമുള്ളതല്ല. ഇതിനർത്ഥം കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഈ തരത്തിലുള്ള സേവന ബുദ്ധി കൊണ്ടും സ്നേഹഭാവം കൊണ്ടുമാണ്. അപ്പോൾ കേരളത്തിലിപ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം, റിട്ടയർ ചെയ്ത മിക്കവരും അത്തരം സേവന രംഗങ്ങളിലുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ മഹാകവി പറഞ്ഞത്, അന്യജീവനുദ്ദേശിച്ച ജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. വേറൊരുത്തന് വേണ്ടി അല്ലാതെ ജീവിച്ചാൽ അത് നന്നാവില്ല എന്ന് ഇപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും അറിയത്. എന്ന് വെച്ചാൽ അവരൊറ്റയ്ക്കാവുമ്പോൾ ഉച്ചയ്ക്ക് അവരൊറ്റയ്ക്കേ ഉള്ളെങ്കിൽ ഒരു ലേശം കഞ്ഞിയോ ചോറോ വെച്ച് ഒരു കറി വെച്ചാൽ കഴിഞ്ഞു. നേരെ മറിച്ച് വിരുന്നുകാരുണ്ടെങ്കിലോ വീട്ടുകാരുണ്ടെങ്കിലോ ഒക്കെ അത് കൂടുതലാണ്. എന്താ കാരണം? അവർക്ക് വേണ്ടിയാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അന്യർക്ക് വേണ്ടി ആവുമ്പോഴാണ് അത് വളരെ അർത്ഥപൂർണമായി തീർന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കുന്നത്, ഇപ്പം മതം എന്നൊക്കെ പറയുമ്പോഴേ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞ ഒരു ഗംഭീരമായ വാക്യം, എൻ്റെ മതം എന്നത് എൻ്റെ രാഷ്ട്രത്തെ സേവിക്കലാണ്. അങ്ങനെ എൻ്റെ മതം എന്നത് എൻ്റെ രാഷ്ട്രത്തെ സേവിക്കലാണ്. വേറെ ഒരു മതവും ഗാന്ധിക്കില്ല. പിന്നെ എല്ലാ ആളുകളും ഈ മാനവ സേവയെപ്പറ്റി നിരന്തരം എല്ലാ ആത്മീയ ആചാര്യന്മാരും നിരന്തരം പറയുന്നൊരു കാര്യമാണത്. നമുക്ക് ആലോചിച്ചാൽ അറിയുന്ന കാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ, യഥാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തെ പറ്റി ഞാൻ പറയുന്നത്, ഇന്നത്തെ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തെ പറ്റിയില്ല. അതുകൊണ്ട് അത്തരം രംഗത്തുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി. എനിക്ക് പഴയ പല കൂട്ടുകാരെയും കാണാൻ പറ്റി എന്നുള്ളത്, കാരണം എല്ലാവരും വീട്ടിൽ അടങ്ങിയിരിക്കുകയാണ്. എനിക്കിപ്പം 75 അങ്ങനെ ഉള്ള വയസ്സ് പറയാൻ ധൈര്യമുള്ള ആൾ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് ഇറങ്ങി നടക്കുന്നതും പഴയ ആളുകളെ കാണുന്നതൊക്കെ പുതിയ ഊർജം തരും എന്നുള്ള ഒരു സംശയമില്ല. അങ്ങനെ സ്വന്തം ഊർജം വർദ്ധിപ്പിക്കുവാനും മറ്റുള്ളവരുടെ ഊർജം ഒന്നുകൂടി ഉഷാറാക്കാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഈ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.